കൈയടിക്കാൻ പറയുന്നത്. ഇന്നത്തെ വ്ലോഗ് എനിക്ക് മോണോ ആക്ടിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് വാങ്ങാൻ പോകുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഇപ്പൊ എങ്ങനെയാ മോണോ ആക്ടിന് കിട്ടുന്നത്? അത് പറഞ്ഞാല് 2 years ആയി സ്കൂള് ക്ലോസ് ചെയ്തിട്ട്, അതുകൊണ്ട് കൊയിലാണ്ടിക്കൂട്ടം ഫേസ്ബുക്ക് കൂട്ടായ്മ നമുക്ക് ഓൺലൈൻ കുട്ടി കലോത്സവം നടത്തിയിരുന്നു. അതിൽ നമ്മൾ സ്കൂളിൽ നടത്തുന്ന പോലെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, മോണോ ആക്ട്, അതുപോലെ കുറേ പരിപാടികൾ. അതേപോലെ തന്നെ വെറും കൊയിലാണ്ടി മാത്രമുള്ളതല്ല, അതിൽ പങ്കെടുത്ത ഗൾഫിലുള്ള കുട്ടികൾക്ക്, നാട്ടിലുള്ള കുട്ടികൾക്ക്, ഡൽഹിയിലുള്ള കുട്ടികൾക്ക്, അങ്ങനെ കുറേ കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാം. അപ്പൊ ഞാൻ പങ്കെടുത്ത മോണോ ആക്ടിനായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതിന് സെക്കൻഡ് പ്രൈസ് കിട്ടി. അതിന് എനിക്ക് പ്രൈസ് വാങ്ങാൻ പോകുന്നതാണ്. അവിടുത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളായി ഷെയർ ചെയ്യാം. കൊയിലാണ്ടിക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയാണ് കുട്ടിക്കലോത്സവം. ശരിക്കും എന്താണ് കൊയിലാണ്ടിക്കൂട്ടം എന്ന് അറിയാത്ത ആളുകളുണ്ടോ? കൊയിലാണ്ടിക്കൂട്ടം സത്യസന്ധമായ അതുകൊണ്ടാണ് എന്താണ് കൊയിലാണ്ടിക്കൂട്ടം, കൊയിലാണ്ടിക്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് അറിയാത്ത ആളുകൾക്ക് ഒരു ചെറിയ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കുട്ടിക്കലോത്സവത്തെ പരിചയപ്പെടുത്തുന്നു. കൊയിലാണ്ടിക്കൂട്ടം എന്ന് പറയുന്നത് ഇന്ന് 1,10,000 അംഗങ്ങളുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് GCC മുഴുവൻ, കൊയിലാണ്ടി, ബാംഗ്ലൂർ, ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും മറ്റ് GCC രാജ്യങ്ങളിലും 11 ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്ന ഒരു ആഗോള കൂട്ടായ്മയാണ് കൊയിലാണ്ടി. കൊയിലാണ്ടിക്കൂട്ടത്തെ കുറിച്ച് ഒറ്റ വാക്കിയുള്ള അത്രയും പറയാനാണ്. ഈ 10 വർഷക്കാലം കൊണ്ട് കൊയിലാണ്ടിക്കൂട്ടം ഒട്ടനവധി കൊയിലാണ്ടി പരിസര പ്രദേശങ്ങളും കൊയിലാണ്ടി താലൂക്കാണ് നമ്മുടെ പ്രവൃത്തി മേഖല. ഈ മേഖലയിൽ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾക്ക് സഹായമായിട്ട്, സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നിൽക്കാൻ നമുക്ക് ഈ കൂട്ടായ്മ സാധിച്ചു. അതുകൂടാതെ തന്നെ 2 പ്രളയകാലത്ത് വയനാട്ടിലും നിലമ്പൂരിലും, അതുപോലെ തന്നെ നിരവധി നമുക്ക് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളല്ല. അപ്പൊ അതിനൊക്കെ നമ്മൾ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ചാപ്റ്ററുകൾ ഓരോരോ കാര്യങ്ങൾ പോകുമ്പോൾ അതിനൊക്കെ നെടുനായകത്തിൽ ഈ നാട്ടിൽ അതിന് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച് നാട്ടിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിനുവേണ്ടി മുൻകൈയെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട കൊയിലാണ്ടി ചാപ്റ്റർ ചെയർമാൻ അസീസ് മാഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കമ്മിറ്റി തന്നെ ഇവിടെയുണ്ട്. അവരുടെ ഒരു നേതൃത്വമാണ് നമുക്ക് എപ്പോഴും ഊർജ്ജവും അതുപോലെ തന്നെ കൊയിലാണ്ടിക്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ വാർത്താ മാധ്യമങ്ങൾക്ക് എത്തിക്കാൻ ഒരുപാട് സഹായിക്കും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നിതീഷ് നാദേരിയാണ്. വെള്ളം എന്ന് പറഞ്ഞ സിനിമയിലെ ആകാശമായവളെ എന്ന പാട്ട് എഴുതിയ ആളാണ് നിതീഷ് നാദേരി. പാട്ട് പുറത്തിറങ്ങിയില്ലെങ്കിലും ഞാനങ്ങനെ ഓർക്കുകയായിരുന്നു. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന നല്ല പ്രതിഭകളായ കുട്ടികൾ നമ്മൾ പലപ്പോഴും അവരെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പറയാറുണ്ട് നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് പറയാറുണ്ട്. പക്ഷെ ശരിക്കും നമ്മൾ കുട്ടികളിലേക്ക് കയറി ചെല്ലണം എന്നാണ് പറയുന്നത്. കാരണം നമ്മളെക്കാൾ മേലെയാണ് കുട്ടികൾ. അവരുടെ ചിന്തകളും ഭാവനകളും അവരുടെ സ്വപ്നങ്ങളും നിറങ്ങളും എന്നൊക്കെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വേറെ ലോകമാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യാ, നമ്മളെ ഇടുങ്ങിയ ഒരു ലോകത്തേക്ക് അവരെ പിടിച്ച് വലിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അതിമനോഹരമായ കുട്ടിക്കാലത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആടിക്കാറ്റ് പോലെ പാഞ്ഞു നടക്കാനായിട്ട് എറവെള്ളം പോലെ തുള്ളി കളിക്കുന്ന കുട്ടികൾ.
അമ്മക്കിളിയുടെ ചിറകിൽ ഒതുങ്ങുന്ന കുട്ടികൾ. ആ സമയത്ത് ചില സമയങ്ങളിൽ അമ്മക്കിളിയുടെ ചിറകിൽ ഒതുങ്ങുന്ന കുട്ടികൾ. നമ്മുടെ ഈ കുട്ടികൾ ഒരു 2 വർഷത്തോളം വീടിന്റെയും നമ്മുടെയൊക്കെ ചിറകിൽ ഒതുങ്ങിപ്പോയി. അപ്പം എല്ലാവർക്കും പ്രൈസ് എല്ലാം കൊടുത്ത് പാർട്ടിസിപ്പൻ്റ് എല്ലാവരും പാട്ടെല്ലാം പാടി. അപ്പം ഞാനും ഒരു പാട്ട് പാടി. ബഹുമാനായ സ്നേഹത്തോടെ ക്ഷണിക്കുക. രണ്ടാം സ്ഥാനത്ത് ഖദീജ സമ. നൽകുന്നതിൽ ബഹുമാനായ മോണാക്ട് മത്സരം ഖദീജ സമ സമ്മാനങ്ങൾ മോണാക്ട് മത്സരത്തിലെ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മിത്ര ഇനത്തിൽ. രണ്ടാം സ്ഥാനത്ത് അധീന. സിനിമാറ്റിക് ഡാൻസ് മത്സരത്തിലെ 2ാം സ്ഥാനക്കാരിയാണ്. ഇന്നിവിടെ വെച്ചപ്പോൾ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കില്ലേ? 3ാം സ്ഥാനത്ത് സംവേദ ശിവു. അപ്പോൾ പ്രൈസെല്ലാം കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ചായയും സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ സമൂസയും പിന്നെ ചായയും. ഇതാണ് ഹിബക്കാണ് മോണോ ആക്ടിന് ഫസ്റ്റ് കിട്ടിയത്. നാടോടി നൃത്തത്തിനാണ് സെക്കൻഡ് കിട്ടിയത്. ഹിബൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയും ക്ലാസ്മേറ്റ്സ് ആണ്. അതുകൊണ്ട് ഞാനും ഹിബയും ഫ്രണ്ട്സാണ്.
കാണാത്തവർക്ക് കാണാനും കണ്ടവർക്ക് വീണ്ടും ഒന്നുകൂടെ കണ്ട് ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ മലയാളത്തിന്റെ മുഖ്യ കേന്ദ്ര കഥാപാത്രമായിരുന്ന മുൻപ് കാലത്ത് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ നമ്മൾക്ക് അവതരിപ്പിച്ചു വന്ന മുരളി, അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. പിള്ളേരുടെ മനസ്സിൽ എങ്ങനെയൊരു മോഹമുണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കുന്നു. വിശ്വം 500 കോടിയുടെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ ആയുധം വെച്ച് ഇയാളാൻ വേണ്ടി വന്നവരുടെ നിസ്സംഗത. ഇനി ഈ അടുത്തിടെ കുറച്ചു മുൻപ് ഏറെ ശ്രദ്ധേയനായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു നമ്മളെ വിമൽ സാർ അഥവാ വിനയ് ഫോർട്ട്. പ്രേമം എന്ന സിനിമയിലെ ആ ഒരു ഡയലോഗ് ചെയ്യാം. മനസ്സിലായിട്ട് പറയും, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയ മോണാക്ട് കാണാം. നമസ്കാരം. നമ്മുടെ ചുറ്റുപാട് കോവിഡ് രോഗികൾ കൂടുന്നു. അത് നമ്മുടെ അശ്രദ്ധ കൊണ്ട്, അജ്ഞത കൊണ്ട്, അമിതമായ ആത്മവിശ്വാസം കൊണ്ട്. അശ്രദ്ധമായിട്ടുള്ള കോവിഡ് കൂടുന്നതിന്റെ ഇന്ന് ഞാൻ എന്റെ കുഞ്ഞി മോണാക്ടിൽ കാണിക്കാൻ പോകുന്നത്. ഉമ്മ, എന്റെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഷെസ എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ ഞാൻ കാണാൻ പോവാട്ടോ. പുറത്തേക്കൊന്നും പോവണ്ട, ഇപ്പൊ കൊറോണ വീട്ടിൽ തന്നെ അടങ്ങി കുത്തിരിഞ്ഞോ. ഇല്ലമ്മ, എനിക്ക് കൊറോണ ഒന്നും വരില്ല. എത്ര കാലായി കോവിഡ് പറഞ്ഞ് വീട്ടിൽ തന്നെ കുത്തിരിക്കുന്നത്. എനിക്ക് എന്റെ ഫ്രണ്ട് ഷെസനെ കാണണം. എനിക്കറിയാം നീ ഞാൻ പറഞ്ഞ കേൾക്കൂല. എന്നാ ഈ മാസ്ക് എങ്കിലും എടുത്തിട്ട്. ഞാൻ മാസ്ക് ഒന്നും ഇടൂല. മാസ്ക് ഇട്ട എന്റെ ലിപ്സ്റ്റിക്കോ മേക്കപ്പ് ഒന്നും കാണൂല.
എന്തെങ്കിലും ചെയ്, ഞാൻ പറഞ്ഞാ നീ കേൾക്കൂലോ. ഹലോ ഷെസ. ആ സമ, നമ്മളിത്ര കാലായി കണ്ടിട്ട്. കൊറേ കാലായി നിന്നെ കാണാണ്ടിട്ട് ഞാൻ കാത്തിരുന്ന. കോവിഡ് ലോക്ക്ഡൌൺ വന്ന് വീട്ടിൽ തന്നെയാണ് കുത്തിരുന്നെ. നമുക്ക് കുറച്ച് പുറത്തെല്ലാം പോയി അടിച്ചു പൊളിച്ചാലോ? ഡൺ. ഉമ്മ, എനിക്കൊരു ചായ എടുക്ക്. നീ വന്നോ? എങ്ങനെ ഉണ്ടേനു? ഞാനും ശരിയും കൂടി പുറത്തു പോയി അടിച്ചു പൊളിച്ച്. നീ പുറത്തൊക്കെ പോയോ? എന്നാ പോയി കുളിച്ച് സാനിറ്റൈസറും ഹാൻഡ് വാഷ് എല്ലാം ഇട്ടിട്ട് വാ. ഇല്ല ഉമ്മ, എനിക്ക് തലവേദന എടുക്കുന്ന പോലെ. ഞാൻ പോയി കുറച്ച് കിടക്കട്ടെ. ആ ഹലോ ഷെസ. ആ, നിനക്ക് കൊറോണ പോസിറ്റീവോ? ഉമ്മ ഉമ്മ, ഷെസ എന്റെ ഫ്രണ്ട് ബാംഗ്ലൂർ പറഞ്ഞ എന്റെ ഫ്രണ്ടിനില്ലേ കൊറോണ പോസിറ്റീവ്. റബ്ബേ, ഞാൻ നിന്റെ വേണ്ടി അന്നേരേ പറഞ്ഞിട്ടില്ലേനോ അങ്ങോട്ടേക്ക് ഒന്നും പോണ്ട, പുറത്തേക്ക് ഒന്നും പോണ്ട, കൊറോണ കൂടിയിരിക്കുന്ന. ഉമ്മ, എനിക്ക് തലവേദന എടുക്കുന്ന പോലെ. ഉമ്മ, എനിക്ക് എന്തുവാണ്? എന്താക്കാൻ? നിന്റെ റൂമിൽ പോയി ക്വാറന്റൈൻ ഇരുന്നോ? ശരി ഉമ്മ. പിന്നെ മൂത്തോര് പറയുന്ന കുറച്ചല്ലേ കേൾക്കണോ? പോയി റൂമിൽ പോയി ഇരുന്നോ? ഓക്കെ ഉമ്മ. താങ്ക് യു. അപ്പൊ നമ്മള് പുറത്തു പോയി വന്നാൽ ഹാൻഡ് വാഷ് ചെയ്യണം, സാനിറ്റൈസർ ചെയ്യണം, കുളിക്കണം. പിന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതുകൊണ്ട് കൊറോണ കൂടുന്നുണ്ടോ? ഗവൺമെന്റ് പറയുന്ന നമ്മള് അനുസരിക്കണം. നന്ദി. അപ്പൊ ഇതാണ് എനിക്ക് മോണോ ആക്ടിന് കിട്ടിയ സെക്കൻഡ് പ്രൈസ്. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ബൈ.